ബാക്ക് ടു സൈലം ലേണിംഗ് അനിറ്റമിസ് ആണ്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് EVS പഠിക്കാം അല്ലെ. അപ്പൊ എല്ലാ മക്കളും ഇതാ എക്സാമിനോട് അടുത്തോണ്ടിരിക്കുകയാണ്. അടുത്ത എക്സാം എന്ന് പറയുന്നത് നമ്മുടെ EVS തന്നെയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യണം. മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കുന്നതിനാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇനി അങ്ങോട്ടുള്ള കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഇതാ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മാക്സിമം മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദ ഫിഗർ ഗിവൺ ബിലോ. ജലം ശുദ്ധീകരിക്കാൻ ഇന്ന് പല മാർഗങ്ങൾ നിലവിലുണ്ട്. അതിൽ ഏറ്റവും ലളിതമായ ഒരു മാർഗമാണ് ചിത്രത്തിൽ. എന്താണ് ഇതിന്റെ പേര്? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? ഒരു വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സെറ്റപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതിന് നമ്മളൊരു പേര് വിളിക്കും. ഇതാണ് മുച്ചട്ടി അരിപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നതായിരുന്നു നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ശരിയായത് കണ്ടെത്തുക. അപ്പൊ ആ മുച്ചട്ടി അരിപ്പയിൽ നമ്മൾ 3 വ്യത്യസ്തങ്ങളായ മണ്ണുകളാണ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ചരല് യൂസ് ചെയ്യും, അതുപോലെ തന്നെ മണല് യൂസ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഷെൽ, അതായത് നമ്മുടെ ഈ പറയുന്ന കരി, അതും നമ്മൾ യൂസ് ചെയ്യും. ഇനി അത് എങ്ങനെയുള്ള ഓർഡറിലാണ് അത് പ്ലേസ് ചെയ്യേണ്ടത് എന്നും കൂടി മക്കൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനുവേണ്ടി 3 ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള അറേഞ്ച്മെന്റ് ഏതാണ് എന്നാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും? ഏറ്റവും താഴത്തെ ഒരു പാത്രത്തിൽ നമ്മൾ എന്താണ് മണൽ വെച്ചു, അതിന് മുകളിൽ ചരല് വെച്ചു, അതിന്റെ മുകളിൽ നമ്മൾ കരി വെച്ചു. ഇനി ബി എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ എന്താ കാണുന്നത്? ഏറ്റവും താഴെ നമ്മൾ കരിയാണ് വെക്കുന്നത്, പിന്നെ ഇതാണ്ട് മണല് വെച്ചു, പിന്നെ അതിന്റെ മുകളിൽ ചരല് വെച്ചു. ഇനി സി എന്ന് പറയുന്ന ഫിഗറിൽ എന്താ കാണുന്നത്? ഏറ്റവും അടിഭാഗത്തെ ആ ഒരു പോട്ടില് മണലാണുള്ളത്, പിന്നെ മുകൾ ഭാഗത്ത് കരി വെച്ചു, പിന്നെ ഇതാ ചരല് വെച്ചു. അപ്പൊ ഈ 3 ഫിഗറിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഏതാണ് ശരിയായിട്ടുള്ള അറേഞ്ച്മെന്റ്? യെസ്, നമുക്ക് പറയാൻ വേണ്ടി പറ്റും ബി ആണ് ശരിയായിട്ടുള്ള അറേഞ്ച്മെന്റ്. അതായത് നമ്മൾ ഇതുപോലെ 3 കുടം നമ്മൾ ഇതാ ഒന്നിന് മുകളിലായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. ഏറ്റവും അടിഭാഗത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു? കരി നമ്മൾ നിറയ്ക്കുന്നു. അതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഇതാ മണലാണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും മുകൾ ഭാഗത്ത് നമ്മൾ ചരലാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഏത് ജലമാണോ നമുക്ക് പ്യൂരിഫൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വെള്ളമാണോ നമുക്ക് എന്താ പറയേണ്ടത്, ഒന്നും തെളിഞ്ഞതാക്കി മാറ്റേണ്ടത്, ആ വെള്ളം നമ്മൾ എന്ത് ചെയ്തു? ഏറ്റവും മുകളിലുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിക്കുന്നു. എന്നിട്ട് ആ വെള്ളം ആദ്യം ചരലിലൂടെയും പിന്നീട് മണലിലൂടെയും പിന്നീട് കരിയിലൂടെയും പോയിട്ട് അതിന്റെ താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ നമുക്ക് പ്യൂരിഫൈ ആയിട്ടുള്ള വെള്ളം നമുക്ക് ലഭ്യമാകുന്നു. അപ്പൊ ഈ ഒരു ചിത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിന്റെ അറേഞ്ച്മെന്റും നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം ഇതാണ്, കാഞ്ഞിരപ്പുഴ സ്കൂളിലെ ജൈവ വൈവിധ്യ പാർക്ക് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് തുളസി, പ്ലാവ്, തേക്ക്, മുല്ല, പാവൽ, ചെമ്പരത്തി, റോസ്, പടവലം, മാവ്, മുള, വെണ്ട, വെള്ളരി, പയർ, മുരിങ്ങ, പേര എന്നിവയുടെ തൈകൾ കൊണ്ടുവന്നു. അതായത് തുളസി, ജാക്ക് ഫ്രൂട്ട് ട്രീ, തേക്ക്, ജാസ്മിൻ, ബിറ്റർഗോഡ്, ഹൈബിസ്കസ്, റോസ്, സ്നേക് ഗോഡ്, മാംഗോ ട്രീ, ബാംബു, ലേഡീസ് ഫിംഗർ, കുക്കുംബർ, പീ, മുരിങ്ങ ആൻഡ് ഗുവാവ ട്രീ എക്സെട്ര. അപ്പം ഏതൊക്കെ ചെടികളുടെ പേരാണ് എന്ന് മിസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കാനായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? നമ്മൾ ഹെർബ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ട്രീസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ എന്താണ് ഷ്രബ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 3ഉം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? തരംതിരിച്ച് പട്ടികപ്പെടുത്താൻ നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഈ 3 എണ്ണത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഹെർബ്സ് അല്ലെങ്കിൽ ഔഷധികൾ നോക്കാം. അതിന്റെ പ്രത്യേകതകൾ മക്കൾ ഓർത്തിരിക്കാം. അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ ആഴത്തിൽ അതിന് വേരോട്ടമില്ല, അതായത് നോ ഡീപ് റൂട്ട് ആണ്, ഷോർട്ട് ലീവ്ഡ്, കുറച്ചു കാലം മാത്രമാണ് അത് നിലനിൽക്കുന്നത്, ബിലോങ്സ് ടു സ്മോൾ പ്ലാന്റ്, ചെറിയ ചെടികളാണ്. ഇനി അടുത്തത് ഏതാണ്? ഷ്രബ്സ് അല്ലെങ്കിൽ കുറ്റിച്ചെടികൾ. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ തണ്ടെന്ന് പറയുന്നത് കുറച്ച് കട്ടിയുള്ളതാണ്, ഹാർഡ് സ്റ്റെം ആണ്, താരതമ്യേന അതിന് കുറച്ച് വലിപ്പം കുറവാണ്, പിന്നെ അത് കുറ്റിച്ചെടികളാണ്, ഷോർട്ട് പ്ലാന്റ് ആണ്, വളരെ കാലം അത് നിലനിൽക്കുന്നു, ഹാവ് ലോങ് ലൈഫ് സ്പാൻ. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ ട്രീസ് എന്ന് പറയുന്നത്. ട്രീസിന്റെ പ്രത്യേകത എന്താണ്? നല്ല ഉയരത്തിൽ അത് വളരുന്നുണ്ട്, പിന്നെ എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്, ആഴത്തിൽ അതിന് വേരുകളുണ്ട്, അത് ദീർഘകാലം നിലനിൽക്കും. അപ്പൊ ഈ 3 രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള സസ്യങ്ങളെ തരംതിരിക്കുന്നതിനും അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് മക്കൾ എന്ത് ചെയ്യണം? പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത് മാത്രമല്ല, ഇനിയും ധാരാളം ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ ഇടയിലുണ്ട്. അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഇനി ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഞങ്ങൾ വരും കേട്ടോ. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക? മാക്സിമം ഷെയർ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.